ഓക്കെ, സോ 200 മെഗാ പിക്സൽ ക്യാമറ, 7000 mAh ബാറ്ററി, അതുപോലെ തന്നെ 6500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്. ഇതുപോലത്തെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസിൽ പോലും കാണാൻ പറ്റില്ല. അതുപോലത്തെ ഒരു ഫീച്ചറായിട്ട് ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ ആ ഫോണിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മുടെ ഡിവൈസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിയൽമിയുടെ 16 Pro Plus എന്ന് പറയുന്ന ഡിവൈസ് ആണ്. ഇത് ഇതിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് OnePlus 15 ഡിസൈൻ പോലെയായിട്ട് തോന്നാം ആ ക്യാമറ ലേഔട്ടിൻ്റെ അവിടെ. ബട്ട് അതിൻ്റെ ലേഔട്ടൊക്കെ ഡിഫറെൻ്റ് ആണ് നമ്മുടെ OnePlus 15 വെച്ച് നോക്കുകയാണെങ്കിൽ. ഇത് വന്നിരിക്കുന്നത് നമ്മുടെ വീഗൻ ലെതർ ഫിനിഷുമായിട്ടാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. വെയിറ്റും തിക്നെസ്സും ഫോൺ ലോഞ്ച് ആവാത്ത കാരണം നമുക്ക് അറിഞ്ഞിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.8 ഇഞ്ചിൻ്റെ 1.5K 120Hz സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 6500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസിൽ വരുന്നുണ്ട്. HDR10+ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് HDR കണ്ടൻസ് കാണാവുന്നതാണ്. പിന്നെ ഇതിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് ഇതിൽ വരുന്നത്. ഒരു ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണെന്ന് കൂടി ഓർമ്മയിൽ വെച്ചേക്കാം. ഇപ്പോൾ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ വളരെ കുറവാണ്. ബിക്കോസ് അതിൻ്റെ സ്ക്രീൻ ഗാർഡും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ബട്ട് ലുക്കിലും അത് നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നു നമ്മുടെ ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്. സോ അത് തീർച്ചയായും നിങ്ങളെ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് നിങ്ങൾ ഏത് ഡിസ്പ്ലേ വേണമെന്ന് തീരുമാനിക്കുക. സോ ഇനി ഇതിൻ്റെ പെർഫോമൻസുകൾ നോക്കാം. ഇതിൽ വരുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 4 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് ആണ്. 4nm ടെക്നോളജിയിലാണ് ഇത് വരുന്നത്. LPDDR5X റാം ആണ്. UFS 3.1 സ്റ്റോറേജ് ആണെന്നാണ് പറയുന്നത്. UFS 3.1 തന്നെയാണ് റിയൽമി ഇപ്പോൾ അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് BGMI ഒക്കെ നോക്കുകയാണെങ്കിൽ 90 FPS കളിക്കാവുന്നതാണ്. സോ ഇത് ഗെയിം കളിക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിയൽമിയുടെ നമ്പർ സീരീസ് ഗെയിമിങ്ങിനായിട്ട് ആരും എടുക്കാറില്ല പൊതുവേ. ഗെയിം കളിക്കാൻ നിങ്ങൾക്ക് അതിനും മേലെയായിട്ടുള്ള ഫോൺസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് 30,000 രൂപയ്ക്ക് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഗെയിമിംഗ് ഫോൺസ് കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസിൽ ഗെയിം കളിക്കാനായിട്ട് ആരും എടുക്കരുതെന്ന് എനിക്ക് പറയാനുണ്ട്. ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫോണാണ്. ഇതിൽ വന്നിരിക്കുന്ന OS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിയൽമി UI7 ആണ്. റിയൽമി UI എന്ന് പറയുമ്പോൾ ഓക്സിനോയ്സും കളർ ഓയ്സ് എല്ലാം. പിന്നെ ഇതിൽ മൈൻഡ് സ്പേസ് എന്ന് പറയുന്ന സംഭവമില്ല. ഓക്സിനോയ്സിലും കളർ ഓയ്സിലും മൈൻഡ് സ്പേസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ ഒരു പരിപാടി പൊളിസാനാണ്. അത് ഇതിലുണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം പൊളിച്ചേനടാ. ആൻഡ് റിയൽമി UI7 അത്യാവശ്യം സ്മൂത്താണ്. പിന്നെ ബ്ലോട്ട് വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലോട്ട് വെയർസിൻ്റെ കാര്യത്തിൽ റിയൽമി കുറച്ച് കൂടുതൽ തരാറുണ്ടെന്ന് തോന്നുന്നു. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ആനിമേഷൻസും അതുപോലെ തന്നെ നമ്മുടെ വാൾപേപ്പേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ പൊളി സാധനമാണ്. ഇവിടെ UI അത്യാവശ്യം നല്ല UI തന്നെയാണ്. അപ്പോൾ UIനെ കുറിച്ച് എനിക്ക് അത്രയും പറയാനുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് നോക്കാം. സോ റിയൽമി ഈ ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നത് ക്യാമറ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഫോൺ എടുക്കുന്നവരെയാണ്. സോ ഇതിൻ്റെ ക്യാമറയുടെ സ്പെക്ക് നോക്കിയിട്ട് വരാം. ആദ്യമായിട്ട് വരുന്നത് 200 മെഗാ പിക്സലിലെ ഒരു മെയിൻ സെൻസറാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ 3.5x ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട് 50 മെഗാ പിക്സൽ തന്നെ. അതുപോലെ തന്നെ 8 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡും വരുന്നുണ്ട്. മെയിൻ സെൻസറിൽ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. സോ ക്യാമറയിൽ ഇവർ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. ഇവരുടെ കളേഴ്സും അതുപോലെ തന്നെ ഡീറ്റെയിൽസും ഒക്കെ നല്ല രീതിക്ക് ബെസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. മറ്റ് റിവ്യൂവേഴ്സിനൊക്കെ നോക്കിയിട്ട് 200 മെഗാ പിക്സലിൽ ഇത് വെച്ച് എടുക്കുമ്പോൾ നല്ല ഡീറ്റെയിൽസ് തന്നെ അതിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ ക്യാമറ ഫോക്കസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇത് തന്നെ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് 3.5x 4K 60 FPS എടുക്കാൻ പറ്റും. മെയിൻ ക്യാമറയും 4K 60 FPS എടുക്കാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് നമുക്ക് 4K 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ സെൻസർ വെച്ചും അതുപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വ്ളോഗർ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കുകയാണ് ബാക്ക് ക്യാമറ വെച്ചിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞു തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്വിച്ച് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറയ്ക്ക് സ്വിച്ച് ആവുന്നതാണ്. സോ അവരവിടെ ഒരു നല്ല ഫീച്ചർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വ്ളോഗേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർക്ക് ഈ ഫീച്ചർ നന്നായിട്ട് ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ക്യാമറ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 7000 mAh ഒരു വലിയ ബാറ്ററി തന്നെയാണ് അവരവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 80 വാട്ടിൻ്റെ ചാർജിങ്ങും ഉണ്ട്. അപ്പോൾ ബാറ്ററി അത്യാവശ്യം നിങ്ങൾക്ക് 1.5 ദിവസമൊക്കെ നോർമൽ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് 1.5 ദിവസമൊക്കെ സുഖമായിട്ട് കിട്ടും. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ നല്ല സ്പീഡിലും ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസ് നമുക്ക് നോക്കാം. പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു 43,000 രൂപ ഏകദേശം വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പെട്ടിയിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന ബോക്സ് ഉണ്ടല്ലോ അതിൽ 42,999 ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസിന്
നിങ്ങൾ ക്യാമറ ഫോക്കസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ റിയൽമി 16 Pro Plus എന്ന് പറഞ്ഞൊരു ഡിവൈസ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഏത് അടുത്ത ഫോൺ സ്പെക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും കൂടി താഴെ കമൻറ്റ് ചെയ്യുക. സോ അത് നമുക്ക് ഒപ്പിച്ചിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ഇടാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റോജസ് സൈനിങ് ഔട്ട്.